ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫൈനാൻഷ്യലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ കുറച്ച് കാലം ബ്രേക്ക് വന്നു. നമ്മളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം. നമ്മൾ പുതിയൊരു ഓഫീസ് തുടങ്ങുന്നുണ്ടായിരുന്നു. ആ ഓഫീസിന്റെ വർക്കുകൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു ഫൈനാൻഷ്യൽ ബ്രദർ എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കാം. സോ ആ ഒരു മേഖലയിൽ എന്തെല്ലാം അറിവുകളുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം ന്യൂസുകൾ നിങ്ങൾക്ക് തരേണ്ടതുണ്ടോ, ഏതെല്ലാം പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം വളരെ സിമ്പിൾ ആയിട്ട്, വളരെ നോർമൽ ലാംഗ്വേജിൽ നമ്മളെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാവുന്ന തരത്തിലാണ് നമ്മൾ ഒരു വീഡിയോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ ബ്രദർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അറിയണമെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അതും ചോദിക്കാൻ പറ്റും. സോ ഇതൊരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. നമ്മൾ ഒരു ബ്രദറിന്റെ അടുത്ത് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ള ഒരു ബ്രദർ. സോ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഒരു ഫിനാൻഷ്യൽ ബ്രദർ എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സും അതേപോലെ തന്നെ ഫാമിലീസ് ഉണ്ട്. സോ അതിലെല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ വലിയൊരു താങ്ക്ഫുൾ ആണ്. അതേപോലെ തന്നെ നിങ്ങളടുത്ത് താങ്ക് യു അറിയിക്കാം. എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പലരും. എന്താണ് നിങ്ങളുടെ വർക്ക്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന കുറേ ഫ്രണ്ട്സും ഫാമിലീസ് ഉണ്ട്. ഇപ്പൊ ഇപ്പോഴും എൻ്റെ ഫാമിലിയിലുള്ള പല ആൾക്കാർക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഐഡിയാസ്, ഇതിനെക്കുറിച്ചിട്ടുള്ള എന്തെല്ലാം ഐഡിയാസ് ഉണ്ടോ അതെല്ലാം അവൈലബിൾ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണെന്നുള്ളത് ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയാം. നമ്മളിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചൽ വൺ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനി. ഓക്കെ, ആ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നമ്മളൊരു ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിന്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സെല്ല് ചെയ്യുന്ന പോലെയല്ല. നമ്മൾ ആ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള നല്ല അറിവുണ്ടായിരിക്കണം. അതായത് ഒരു സർവീസ് കൊടുക്കാൻ പറ്റണം നമുക്ക്. ഫോർ എക്സാമ്പിൾ എന്താണ്, നമുക്കൊരു NRI ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ആ സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അതല്ല, നമുക്കൊരു ഡിമെറ്റീരിയലൈസേഷൻ, നമ്മുടെ കയ്യിലൊക്കെ പഴയ ഷെയർസ് ഉണ്ടാവും, നമ്മുടെ ഉപ്പാടെ ഷെയർസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഷെയർസ് ഉണ്ടാവും. ഇതിനെ ഡിമാറ്റിലേക്ക് ആക്കുന്നത് ഒരു പ്രോസസ്സാണ് ഇന്നത്തെ. അത് 1998 തൊട്ടിട്ട് ഡിമാറ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ള വലിയൊരു നിയമം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് ചെയ്യണം എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത്. സെക്കൻഡറി മാർക്കറ്റിൽ വന്നിട്ടുള്ള ഷെയർസിൽ തന്നെ ഇനി ഓപ്ഷൻസ് എന്ന് പറയുന്ന വേറൊരു മാർക്കറ്റ്, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് ആണ്. ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന FNO മാർക്കറ്റ്. അപ്പോൾ ഈ മേഖലയിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സർവീസസ് നമുക്ക് ആവശ്യമായി വരും. കാരണം നമ്മളൊരു 10 lakhs 20 lakhs ഒക്കെ നമ്മളിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആളുകൾക്ക് അതിന് പ്രഷർ ഉണ്ടാവും. അതിൽ വരുന്ന മാറ്റങ്ങൾ, അതിൽ വരുന്ന ചലനങ്ങൾ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഉടനടി സൊല്യൂഷൻ കിട്ടണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴും മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഏജിലുള്ളവർക്കോ അല്ലെങ്കിൽ എന്നെ കാണുന്ന ആൾക്കാർക്കോ ഇപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും. 20 lakhs അല്ലെങ്കിൽ 30 lakhs ഒക്കെ ഇട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇന്ത്യൻ മാർക്കറ്റ് സൈസ് നിങ്ങൾക്ക് അറിഞ്ഞു 3.89 ബില്യൺ ആണ്, ട്രില്യൺ ആണ്, സോറി. ഓക്കെ, അങ്ങനെ ട്രില്യൺ കണക്കിന് വരുന്ന ഒരു ട്രില്യൺ സൈസുള്ള ഒരു മാർക്കറ്റാണ് നമ്മൾ. 5 ട്രില്യണിലേക്ക് എത്തുമെന്നാണ് നമ്മളുടെയൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. 5 ട്രില്യണിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത്തരത്തിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഈ ഓഫീസിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ബ്രദർ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ പ്രത്യേകത. ഏതൊരു മേഖലയിലേക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ ആ ട്രേഡിങ്ങിന് അവരെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് വരുന്ന ഇഷ്യൂസിന് സൊല്യൂഷൻ കൊടുക്കാനും നമുക്ക് സാധിക്കും. ഫിനാൻഷ്യൽ ബ്രദർ എന്ന് പറയുമ്പോൾ പൈസ ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഫൈനാൻസ് ആവശ്യമുള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ക്യാഷ് ഉള്ള ആൾക്കാർക്കാണ് ഇങ്ങനത്തെ ഫിനാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്യാഷ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എന്ന് പറയുന്നതൊക്കെ ക്യാഷ് ഉള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പണിയാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ഞാൻ കാണാം. എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിനുമായി ബന്ധപ്പെട്ട് ഒരാളോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയേ അല്ല എന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ മാറ്റണം എന്നാണ് എൻ്റെ പേഴ്സണലി ഞാൻ ജനങ്ങളുടെ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ അഭിപ്രായം അതാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ മാറ്റണം. ഡെയിലി 20,000 അല്ലെങ്കിൽ മന്ത്ലി 20,000 സമ്പാദിക്കാൻ കഴിയൂലേ, അല്ലെങ്കിൽ ഇന്നിപ്പോ നമുക്ക് മന്ത്ലി 10,000 സമ്പാദിക്കാൻ കഴിയൂലേ.
ഇപ്പൊ 10,000 എന്ന് പറയുന്നത് മിനിമം വേജ് ആണ് നമുക്കറിയാം. അങ്ങനെ 10,000 സമ്പാദിക്കാൻ കഴിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുകയും അവർക്ക് അതുമായി ബന്ധപ്പെട്ട കുറേ ചർച്ചകൾ ചെയ്യാനും ഉണ്ടാവും, അതുമായി ചിന്തിക്കേണ്ടതുണ്ട്. അതല്ലാതെ നമ്മൾ ഇന്ന് കിട്ടുന്ന പൈസ ഇന്നൊരു EMI എടുത്ത് ലോൺ എടുത്താൽ ലോൺ മാത്രം അടച്ചു തീർക്കുകയും ബാക്കി വരുന്ന തുക എല്ലാം നമ്മൾ അടിച്ചു പൊളിച്ച് തീർക്കുകയും ചെയ്യുന്നതല്ല നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് ആദ്യം മനസ്സിലാക്കുക. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ എങ്ങനെ നമ്മളൊരു വീടുണ്ടാക്കുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു വണ്ടി മേടിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ഫിനാൻസിനെ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും ശ്രദ്ധാലുക്കളാവണം എന്നുള്ളത് തന്നെയാണ്. മന്ത്ലി 10,000 കിട്ടുന്നവർക്ക് വരെ ഫിനാൻസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഡെയിലി വേജിന് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. ഡെയിലി വേജിന് നോർമൽ നമ്മൾ പറയുന്നതാണ് ഡെയിലി വേജ് വർക്ക് ചെയ്യുന്ന ആളാണ്. അവരെ സംബന്ധിച്ച് എന്തായാലും ഫിനാൻസിനെ കുറിച്ച് സംസാരിക്കാനുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാലോ. കാരണം ഒരു 30 ദിവസത്തിൽ 30 ദിവസം മന്ത്ലി ഉണ്ടെങ്കിൽ 20 ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ മിനിമം ആയിട്ടുള്ള 1,000 റുപ്പീസ് അല്ലെങ്കിൽ 800 റുപ്പീസ് കളക്ട് ചെയ്യുന്ന അവർ എങ്ങനെ വന്നാലും 30,000 റുപ്പീസിന്റെ അടുത്ത് അവർക്ക് ഒരു മന്ത്ലി എന്ത് വരുന്നുണ്ട്, ഇൻകം വരുന്നുണ്ട്. സോ എന്നിട്ടും അവരെങ്ങനെയാണ് പാവപ്പെട്ടവരായിട്ടോ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവരായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ബ്രോക്കൺ ആയിട്ടോ ഇരിക്കുന്നത് എന്നുള്ളതും വളരെ വലിയ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ഇതുവരെ ആരും അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്. നമ്മൾ ഡെയിലി വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും കൂലിപ്പണിക്കാർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല കേട്ടോ അതിൽ പറയുന്നത്. ഡെയിലി വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് എന്നാണ് ചിന്തിക്കുന്നത്. എവിടെയും ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടിതമായ രീതിയിൽ വർക്ക് ചെയ്യാതെ അവനവന്റെ ജോലി അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്കിൽ അറിയാം. അത് കൂടുതൽ നമ്മൾ കാണപ്പെടുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് അങ്ങനെ കാണുന്നത്. ഇവർക്ക് ഒരു സ്കിൽ ഉണ്ടാവും, ആ സ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ അവർ ആ സ്കില്ലുമായി ബന്ധപ്പെട്ട ജോലികൾ പല സ്ഥലങ്ങളിലായിട്ട് ഓരോ ദിവസവും അവർക്ക് എവിടെയാണോ ജോലി ഉണ്ടാകുന്നത് ആ ജോലിക്ക് അനുസരിച്ച് കിട്ടും. ഇങ്ങനെ സ്കില്ലുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അവരുടെ സാലറിയും കൂടുതലായിരിക്കും, അവരുടെ ഇൻകമും കൂടുതലായിരിക്കും. പക്ഷെ അവരത് മാനേജ് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും അവർ ഫിനാൻഷ്യലി ബ്രോക്കൺ ആയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. സോ നമ്മളെ ഈ ഒരു ചാനലിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും ഇത്തരത്തിലുള്ള എല്ലാ പ്രോബ്ലംസിനെയും നമ്മൾ മെൻഷൻ ചെയ്യുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും അത്തരത്തിലുള്ള എല്ലാ ഡൗട്ടുകളടക്കം നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സംസാരിക്കുകയായിരിക്കും. ഫിനാൻഷ്യൽ ഡൗട്ടുകൾക്ക് ഒന്നും പേടിക്കേണ്ടതില്ല, നമ്മൾ ഡയറക്റ്റ് നമ്മളായിട്ട് ബന്ധപ്പെടാം. വാട്സാപ്പിലൂടെ ബന്ധപ്പെടുന്നതിനായിട്ട് എന്റെ നമ്പർ ഞാൻ ഇവിടെ സൈഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. So keep on watching and thank you for watching this video.